SNDPയുടെ BJP RSS ബാന്ധവത്തിന്റെ രണ്ടാം അധ്യായമാണ് ഓണക്കാലത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്രമന്ത്രിയും RSSന്റെ കാര്യക്കാരിൽ പ്രമുഖയുമായ സാധ്വി നിരഞ്ജൻ ജോഗി ചതയ ദിനത്തിൽ നടേശ ഗുരുവിനെ കാണാൻ നേരിട്ടെത്തി. ശ്രീനാരായണ ഗുരുവിനെ ദൈവമാക്കി അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന വെള്ളാപ്പള്ളിയുടെ ഏർപ്പാടിനെതിരെ VS അച്യുതാനന്ദൻ രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും സാധ്വി നിരഞ്ജൻ ജോഗിയുടെ വരവ് വെള്ളാപ്പള്ളിയെ സന്തോഷാകുലനാക്കി. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും, പുറത്തേക്ക് വിടുമ്പം ചൂന്നങ്ങ് ചൊട്ടും. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല, ഈയിടെയായിട്ട് അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. രാഘവ ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി ഒറ്റ തൊഴി സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല, പണിയെടുത്തിട്ടാ. നിന്റെ പണിയൊക്കെ എനിക്കറിയാം. കേന്ദ്രം ഭരിക്കുന്ന RSSകാരുടെ വരവ് കണ്ട് ഈഴവരുടെ രാജാവായി വെള്ളാപ്പള്ളി സ്വയം പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് ഇപ്പോൾ രാജാധിരാജ കുലോത്തുങ്കനായാണ് പെരുമാറ്റം തന്നെ. സാധ്വിയെ കാണിച്ച് നാട്ടുകാരെ പേടിപ്പിക്കാനുള്ള പരിപാടിയാണ്. കൊട്ടാരത്തിന്റെ ചിട്ടപ്പെട്ടകളൊക്കെ വേണ്ടെന്നായോ? അയ്യോ, തിരുവുള്ളക്കേടുണ്ടാവരുത്, ഒക്കെ ശരിയാക്കാം. അമൃതയത്ത് കഴിഞ്ഞല്ലോ, ഇനി ഈ ഔഷധം സേവിച്ചുകൊണ്ട് പള്ളിയുറക്കമാവാ മഹാരാജ. ഓ, നാം ഇത് മറന്നു. സായാഹ്നം പള്ളിക്കഞ്ഞിയും പള്ളിപ്പയറും തരാൻ മറക്കണ്ട. ചമ്മന്തിയും. അങ്ങനെ വിളിക്കരുത്. രാജാതിരാജ രാജ കുലോത്തുംഗ ഗോവിന്ദ മഹാരാജ. മതത്തെ ഉപയോഗിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഇറ്റ് വീഴുന്ന അവരുടെ ചോര നക്കിക്കുടിക്കാനും മതം പൂണ്ട രാഷ്ട്രീയ നേതാക്കളും ജാതി മത പ്രസ്ഥാനങ്ങളെ നയിക്കുന്നവരും ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതൊന്നും കണ്ട് VS വിരണ്ടില്ല. കടുപ്പിച്ച് രണ്ട് വർത്തമാനം തട്ടിവിട്ടു. ഗുരുവിനെ ദൈവമാക്കുന്ന നടേശ ഗുരുവിന്റെ ഏർപ്പാടുകൾക്കെതിരെ ആഞ്ഞടിച്ചു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകസ്ഥാനമാണിത് എന്ന് ഗുരു സ്വന്തം കൈപ്പടയിൽ എഴുതി വച്ച അത്തരമൊരു മതേതരമായ മാനവിക സങ്കല്പത്തിന് ഇവിടെ വിത്തുപാകിയ ഗുരുവിനെ ഹിന്ദു സന്യാസിയെ ആയി ഒരു കൂട്ടം ചിത്രീകരിക്കുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന. അന്നത്തെ കാലത്ത് അത് ഗുരു എഴുതി വെച്ചു എന്ന് PS പറയുമ്പോൾ ആ കാലത്തെ പറ്റി കൂടെ ചിന്തിക്കണം. മറ്റൊരു കൂട്ടവർ ഈഴവ ഗുരുവായി തരം താഴ്ത്തി സ്വകാര്യ സ്വത്താക്കി മാറ്റാൻ വെമ്പൽ കൊള്ളുന്നു. ഗുരുദേവൻ ഹിന്ദു ആയിരുന്നു, അത് സംശയം എന്താണ്? ഹിന്ദു ആയിരുന്നു, ഈഴവനായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രം 64 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഒരു മുസ്ലിം ക്ഷേത്രം സ്ഥാപിച്ചിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയുടെ ക്ഷേത്രം സ്ഥാപിച്ചിട്ടില്ല. എല്ലാം ഹിന്ദു. തുടങ്ങുന്നത് തന്നെ ശിവനെയല്ലേ? ഈ രണ്ട് ശ്രമങ്ങളോടും സന്ധിയില്ലാതെ പോരാടിയാൽ മാത്രമേ യഥാർത്ഥ ഗുരുദർശനങ്ങൾ നമുക്ക് വീണ്ടെടുക്കാനാകൂ. PS ജാതിയില്ലായിരുന്നെങ്കിൽ എന്തിനാ ഭാര്യ ജാതി തിരക്കി പോയി കെട്ടിയത്? മക്കളെ എന്തിനാ ജാതി പോയി തിരക്ക് കെട്ടിയത്? മക്കളെ എല്ലാം കെട്ടിച്ചത് സ്വന്തം ജാതി നോക്കിയിട്ടില്ല കെട്ടിയത്. എന്നാൽ ഉപരിച്ചേനെ നോക്കി കെട്ടാൻ പാടില്ല മക്കൾക്ക്. അപ്പൊ ജാതി ഉപജാതി എന്നുള്ളതൊക്കെ സത്യസന്ധമായി ഇന്നും പകല് പോലെ ഇവിടെ നിൽപ്പുണ്ട്. അതിനെ ആരും തള്ളിപ്പറഞ്ഞിട്ട് കാര്യം. പിന്നെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കയറി പ്രസംഗിച്ച് ആർക്കും പോവാം. പക്ഷെ സാമൂഹിക സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. ജാതി വ്യവസ്ഥയെയും ജാത്യാചാരങ്ങളെയും മാനവികതയുടെ നിഷേധമാണ് ആയാണ് ഗുരു കണ്ടത്. അതൊന്നും പക്ഷേ വെള്ളാപ്പള്ളിക്ക് ബാധകമല്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞതെല്ലാം വെള്ളാപ്പള്ളി അപനിർമ്മിക്കും. ഒരു ജാതിയും ഒരു ദൈവവും ഒരു മതവും മതി രാജ്യത്ത് എന്നതു തന്നെയാണ് വെള്ളാപ്പള്ളിയുടെയും നയം. അതേത് വേണമെന്ന് ഇനി BJPയും RSSകാരും തീരുമാനിക്കും എന്ന് മാത്രം. എന്തായാലും ഈ പറയുന്നതിനൊന്നും മറുപടി ഇല്ലാത്തതുകൊണ്ട് VSനെതിരെ അവസാനത്തെ അടവിൽ ഒരു മറുപടി കൊടുത്തു വെള്ളാപ്പള്ളി. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ വേദി വന്നല്ലേ ഈ കസർത്ത് മുഴുവൻ നടന്നത്? VSന് പോയി ഒരു ക്രിസ്ത്യാനിയുടെ വേദി തരുമോ? തന്നാ മിണ്ടുവോ? മുസ്ലിമിൻ്റെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്ന വേദി വന്ന് ഇങ്ങനെ ഞങ്ങളെ നശിപ്പിക്കാനുള്ള
പണി ചെയ്ത് അദ്ദേഹം ആർക്കും വേണ്ടാത്തവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതോ പിണറായിയുടെ മുമ്പിൽ നല്ല പിള്ളയാകാൻ വേണ്ടിയിട്ട് പിണറായിയൊക്കെ കടത്തി വെട്ടി മുമ്പോട്ട് പോയി കാരണമുള്ളൊരു വലിയ വ്യഗ്രതയാണോ എന്ന് ചോദിച്ചാൽ അതായിരിക്കുമെന്ന് സംശയിച്ചാൽ എന്താ തെറ്റി? അപ്പോൾ ശരിക്കും ഈ ശ്രീനാരായണ ഗുരു ആരാ? വെള്ളാപ്പള്ളിക്ക് വല്ല പിടിയുമുണ്ടോ? അറിയുമോ എന്തോ? ഈ അഞ്ജന വന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ഗുരു ഒരു കാവ്യ നിറത്തിലുള്ള ആശയമാണ് പ്രചരിപ്പിച്ചത് എന്നതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ആ നിറം BJP-യുടേതാണ്, RSS-ന്റേതാണ് എന്നുകൂടി ഇനി പറഞ്ഞാൽ മതി. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് സിംഗത്തിന്റെ പാട്ട്.